ഇനി ഇങ്ങനെ കരഞ്ഞു നിൽക്കാതെ എന്റെ കൂടെ പ്രിൻസിപ്പളുടെ റൂമിൽ വാ. പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോകല്ലേ മിസ്സേ. പിന്നെ ഇത്ര മാർക്കറ്റ് നിന്നെ മാലട്ട് പൂജിക്കാ എന്തേ? ലാമി, എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. കാരണം എന്താണെന്നറിയോ, നേരത്തെ നീ എന്താ പറഞ്ഞേ, പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ സങ്കടമായിരിക്കുന്നേ. നീ എന്തെങ്കിലും ചെയ്തോ? എന്നോടൊന്നും പറയണം, ഞാനൊന്നും ചെയ്തില്ല. എന്തേലും വന്നാൽ പിന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ സങ്കടം വരുന്നു പറഞ്ഞതേ, ഞാൻ നന്നായിട്ട് പരീക്ഷ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് കുറെ മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാവുമല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, നീ പിടിക്കാതിരിക്കുക, എന്ത് വേണേലും ചെയ്യേ. എന്റെ പേര് എഴുതി അവിടെ വെട്ടിയിട്ടുണ്ടല്ലോ പേനോണ്ട്. ഇനിയിപ്പോ ഇത് അമ്മൂന്റെ പേപ്പറാണോ? അമ്മൂന്റെ പേര് വെട്ടിയാണ്ട് അവളുടെ പേര് എഴുതി വെച്ചതാണോ? ടീച്ചർ അന്ന് മേശമ്മ വെച്ച് പോയപ്പോ അവള് മേശന്റെ അടുത്തേക്ക് പോകുന്ന ഞാൻ കണ്ടതാ. ഇനി അങ്ങനെയാണോ? ആ, ഒരു കാര്യം ചെയ്യാം, മിസ്സിനോടൊന്ന് പറഞ്ഞു നോക്കാം. മിസ്സേ, എനിക്കൊരു കാര്യം പറയാണ്ട്. അമ്മൂനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നീ പറയണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. അമ്മൂനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഞാനേ ഒരു കാര്യം കണ്ടത് പറയാനാ. എന്നാ പിന്നെ വേഗം പറ. അത് മിസ്സേ, ഇത് ലാമിന്റെ പേപ്പറിൽ പേരെഴുതി അവിടെ വെട്ടിയിട്ട് ലാമിന്ന് എഴുതിയിരിക്കുന്നേ. അതിനെന്താ, അത് പേര് തെറ്റിയപ്പോ ചിലപ്പോ വെട്ടി എഴുതിയായിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മിസ്സേ, ഇവർക്ക് എന്നെ സംശയ. നോ മിസ്, അങ്ങനെയല്ല. പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യ്, മിസ് അമ്മൂന്റെ പേപ്പറിൽ നോക്ക്, അവളുടെ പേരിന്റെ ഭാഗത്ത് വെട്ടിയിട്ടുണ്ടോന്ന്. എന്തിനാ? ഒന്ന് നോക്ക് മിസ്സേ. ആ, വെട്ടിയിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ രണ്ടു പേരുടെ പേപ്പറിൽ അങ്ങനെ വെട്ടിയത് വന്നത്? ചിലപ്പോ രണ്ടുപേരും പേര് എഴുതിയപ്പോ തെറ്റിക്കാണും. ഞാൻ എന്റെ പേര് എഴുതി വെട്ടിയിട്ടില്ല മിസ്, സത്യമായിട്ടും മിസ്. ഇതൊക്കെ കൊള്ളാവുന്ന തോന്നേ. പിന്നെ മാത്രല്ല മിസ് എന്തോ സാധനം എടുക്കാൻ വേണ്ടി പുറത്തു പോയില്ലേ, അപ്പോഴേ മിസ് മേശമ്മ വെച്ചിട്ടല്ലേ, പേപ്പറൊക്കെ മേശമ്മ വെച്ചല്ലേ പോയത്. അപ്പൊ ലാമി ആ മേശമ്മക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. ലാമി, സത്യം പറഞ്ഞോ? നീ എന്തേലും ചെയ്തോ? നോ മിസ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ സത്യമാണോ പറയുന്നേ? അതെ മിസ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിലാരെങ്കിലും ഈ പരീക്ഷ പേപ്പറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സമ്മതിക്കുക നല്ലത്. അല്ലെങ്കിൽ ഞാനായിട്ടത് കണ്ടുപിടിച്ച പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോകും. പിന്നെ പ്രിൻസിപ്പളിന്റെ കയ്യിലുള്ള തല്ല് വാങ്ങേണ്ടി വരും, എൻ്റെ കയ്യിലുള്ള തല്ല് വാങ്ങേണ്ടി വരും. മാത്രമല്ല, അവളുടെ പാരൻസിനെ വിളിച്ച് പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോയി ടീസിങ് കൊടുത്ത് വിടുന്നതാണ് ഇവിടുന്ന്. അതിലാണ് നല്ലത് ഇപ്പൊ സത്യം പറയുന്നതാ. പെട്ടല്ലോ, ആർക്കും ഒന്നും പറയാനില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ടങ്ങേ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തോളാം. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഓ, നീ ഒരു തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ നീ പേടിക്കണേ? അല്ല മിസ്, അങ്ങനെയല്ല. ഞാന് പറയുന്ന കാര്യം നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, അപ്പൊ ആർക്കും ഒന്നും പറയാനില്ലല്ലോ. മിസ് പ്ലീസ് മിസ്, പ്രിൻസിപ്പളോട് പറയല്ലേ മിസ്. പിന്നെ പറയാണ്ട് ഇതിലാരും സത്യം പറയുന്നില്ലല്ലോ. ഞാൻ പറയാം മിസ്, ഞാൻ പറയാം. ഞാന് അമ്മൂന്റെ പേപ്പറിൽ അവളുടെ പേര് വിട്ടിട്ട് എന്റെ പേര് എഴുതി വെച്ചു. എന്റെ പേപ്പറിൽ അമ്മൂന്റെ പേര് എഴുതി വെച്ചു. അതാണ്ടായേ. എന്താ ലാമി നീ പറഞ്ഞേ? മിസ്സേ, അറിയാണ്ട് പറ്റിപ്പോയതാ മിസ്സേ, എന്നെ തല്ലല്ലേ മിസ്സേ. ഇതാണോ നിന്നെ അറിയാതെ പറ്റിയത്? ആണോന്ന്? മിസ്സേ സോറി മിസ്സേ, അറിയാണ്ട് പറ്റിപ്പോയതാ മിസ്സേ. അവള് കാരണം എനിക്ക് ഇത്രയും നേരം ചീത്ത കിട്ടിയേ. ഞാൻ നിന്നെ കാണിച്ചു തരാം. ഞാൻ പ്രിൻസിപ്പളുടെ റൂമിൽ കൊണ്ടുപോകും ചെയ്യും, നിന്റെ അച്ഛനമ്മനെ വിളിക്കും ചെയ്യും. മിസ്സേ സത്യം പറഞ്ഞ അങ്ങനെ ചെയ്യൂല, പറഞ്ഞിട്ടില്ലായിരുന്നോ? അല്ലാതെ നിങ്ങളൊക്കെ സത്യം പറയണ്ടേ? അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. നാളെ നിന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് ഈ സ്കൂൾക്ക് കയറിയാ മതി. നിന്റെ കരച്ചിൽ നാടകമൊന്നും ഇവിടെ നടക്കൂല. ഇത്രയും ചെയ്ത പോരാ, എന്നിട്ട് അവള് കരയുന്നു. അമ്മൂന് ഞാൻ എന്തോരം വഴക്ക് പറഞ്ഞു എന്നറിയോ? ഒന്നും നിനക്ക് പറയാൻ വയ്യായിരുന്നല്ലോ.